യേശുവിൻ്റെ ഏറ്റവും പ്രധാന ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന പത്രോസ് അവൻ്റെ ജീവിതത്തിൻ്റെ പടകിൻ്റെ ശൂന്യത മാറ്റി ആ പടകിൻ്റെ ശൂന്യതയ്ക്ക് ദൈവം പ്രതിഫലം കൊടുത്ത് യേശുവിന് വേണ്ടി വിട്ടുകൊടുത്ത പടകിനെ നിറച്ചനുഗ്രഹിച്ചൊരു ദൈവമുണ്ടല്ലേ. ആ ദൈവത്തെ പ്രസംഗിച്ചുകൊണ്ട് നടന്ന പത്രോസിനോട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. അവനെ വിളിച്ചപ്പോൾ, നീ മത്സ്യത്തെ പിടിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന്. മത്സ്യം നിറച്ച് പരിചയമുള്ള പത്രോസ് ദൈവരാജ്യത്തിൻ്റെ വലയിലേക്ക് മനുഷ്യരെ പിടിച്ച് കയറ്റി. അത്ര ശക്തിയുള്ളൊരു അഭിഷേകം തൻ്റെ മേൽ വ്യാപരിച്ചു. തൻ്റെ ഒറ്റ പ്രസംഗത്തിൽ ആയിരങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിലുണ്ടായി ചില പ്രശ്നങ്ങൾ. അവനെയും ഹെരോദാവ് പിടിച്ചു തടങ്കിലാക്കി. ഒറ്റ ദിവസത്തെ ഗ്രേസ് പീരിയഡ് കൊടുത്ത് പെസഹ കഴിഞ്ഞാൽ കഴുത്തു വെട്ടുവാൻ തക്കവണ്ണം തീരുമാനിച്ചു, കൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷേ ഭക്തനായ പത്രോസ് കാരാഗൃഹത്തിൻ്റെ തണുത്തുറഞ്ഞ തറയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവനൊരു കാര്യം, എന്നെ വിളിച്ചവൻ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ അധികാരമുള്ളവനാ. അവൻ രാജാക്കന്മാരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നവനാ. വെള്ളം പോലെ അവരുടെ ഹൃദയത്തെ തിരിക്കുവാൻ, നീർത്തോട് കണക്കെ അതിനെ ഡൈവേർട്ട് ചെയ്യുവാൻ അധികാരമുള്ളവനെയാണ് ഞാൻ സേവിക്കുന്നൊരു ബോധ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. Praise the Lord. ദൈവത്തിൻ്റെ എക്സാക്റ്റ് ടൈം, ആക്യുറേറ്റ് സമയം, അത് കൃത്യസമയം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിന് വേണ്ടി ദൂതൻ ഇറങ്ങി വന്നു. അവൻ്റെ കാരാഗൃഹത്തിൻ്റെ വാസം അവസാനിപ്പിച്ചു. അഭിഷേകമുള്ളവനെ അടച്ചിട്ടാൽ അവൻ 24 മണിക്കൂറിനുള്ളിൽ അവൻ പുറത്തു വന്നിരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, അഭിഷേകമുള്ളവനെ അടച്ചിട്ടാൽ അവൻ 24 മണിക്കൂറിനുള്ളിൽ അവൻ പുറത്തു വന്നിരിക്കും. കാരണം അവനെ വിളിച്ചത്, അഭിഷേകം ചെയ്ത സർവശക്തിയുള്ള ദൈവമാണ്. ആർക്കും അടക്കാൻ കഴിയാത്തതിന്, ആർക്കും തുറക്കാൻ കഴിയാത്തതിന് തുറക്കുവാനും അടയ്ക്കുവാനും കഴിവുള്ള ഒരു സർവശക്തനായ ദൈവമാണ്. അവനെ വിളിച്ചതെന്ന ബോധ്യം അഭിഷേകമുള്ള അഭിഷിക്തനുണ്ട്, അഭിഷേകമുള്ള വിശ്വാസിക്കുണ്ട്, അഭിഷേകമുള്ള ദൈവമൈതലുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ.